ാണ് 4.85 ലക്ഷം ആദിവാസികളിൽ 6400 ആളുകൾ മാത്രമേ ഇവർ പറയുന്ന പട്ടികയിൽ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ശ്രീ അജിംസെ താങ്കൾക്ക് സാധിക്കുമോ? അതാണ് ഞങ്ങളുടെ സംശയം. ഈ ബാക്കി എല്ലാ ആളുകളും ഈ പറയുന്ന ബാക്കി എല്ലാ ആദിവാസി കുടുംബങ്ങളും എല്ലാവരും അവര് എല്ലാം നേടിയവരാണോ? ഇത്ര ആളുകൾ മാത്രമേ ഇവർക്ക് കണക്ക് കിട്ടിയുള്ളൂ? ഏത് തരത്തിലുള്ള സർവേ ആണ്? നിങ്ങൾ വയനാട് എടുത്ത് പരിശോധിക്കൂ. വയനാട് ഇത്ര ഈ മേഖലയിൽ ഈ 6400 കേരളം മുഴുവനാണ്. അപ്പോൾ വയനാട് എത്ര ആളുകൾ പുറത്തുണ്ടാവും? അപ്പോൾ ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരമാണ് ഇവർ കണ്ടെത്തിയത്? ഈ പറയുന്ന ഇവരെ കണക്കിനകത്ത് ആളുണ്ടാവില്ലേ? ആദിവാസികളുടെ ആളുകൾ ഉണ്ടാവില്ലേ? അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിൽ ആളുകൾ ഉണ്ടാവില്ലേ? അപ്പോൾ ഇവർ ഏത് രൂപത്തിലാണ് ഇത് കണക്കെടുത്തത്? എന്താണ് ഇവരുടെ മാനദണ്ഡം? അത് കുറിച്ച് പറയണം. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ചികിത്സാ സഹായം കൊടുത്തു, അവരെ ഞങ്ങൾ ഇതിനകത്ത് കൂട്ടി. അപ്പൊ അങ്ങനെ ആനുകൂല്യം കൂട്ടി, അതാണോ ആ കണക്കാണോ ഈ 64,000 കണക്ക്? റൈറ്റ്, അതൊരു ചോദ്യമാണ്. ഡോക്ടർ വിനീത വിജയൻ, ഈ ദാരിദ്ര്യം അളക്കാനുള്ള ഒരു അന്താരാഷ്ട്ര മാനകം എന്ന് പറഞ്ഞാൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയാണ്. അതായത് വരുമാനം മാത്രം കണക്കാക്കിയല്ല, ഒരാളുടെ വരുമാനം നോക്കിയല്ല പോവർട്ടി അളക്കുക. അയാൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ആക്സസ്, ചികിത്സയ്ക്കുള്ള ആക്സസ് തുടങ്ങി കുക്കിംഗ് ഗ്യാസ് ഉണ്ടോ, ശുദ്ധജലം ലഭിക്കുന്നുണ്ടോ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ കണക്കാക്കിക്കൊണ്ടാണ് ദാരിദ്ര്യം കണക്കാക്കുക. ഇവിടെ ഈ സർക്കാർ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ഈ അതീവ ദരിദ്രർ എന്നൊരു വാക്ക് ഉപയോഗിച്ചത് മാത്രമാണോ മിസ്റ്റേക്ക്? അതല്ല, ഒരു സമഗ്രമായ വീക്ഷണം അതീവ ദരിദ്രരെ കണ്ടെത്തുന്നതിൽ സർക്കാരിനുണ്ടായില്ല എന്ന വിമർശനം സാധുവാണോ? ഞാൻ പ്രാഥമികമായിട്ട് ഈ ഒരു അതീവ ദരിദ്രരില്ലാത്ത കേരളം എന്നുള്ള പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. അതിനെനിക്ക് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, 2021 അതിദരിദ്രരുടെ പട്ടിക, ഞാൻ കണക്കുകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തക മാത്രമല്ല, ഞാൻ സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിൻ്റെ ഉപദേശക സമിതി അംഗവും കൂടിയാണ്. എനിക്കതിൻ്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമായതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതീവ ദരിദ്രരില്ലാത്ത കേരളത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ മുന്നോടിയായിട്ട് നമുക്കറിയാം, 2016 ഇടത് സർക്കാർ, ആദ്യ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് നീതി ആയോഗിൻ്റെ കണക്കുകൾ പ്രകാരമാണ് 0.71% എന്നുള്ള അതിദാരിദ്ര്യ കണക്കിൻ്റെ നിരക്ക് വരുന്നത്. അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ നേട്ടമായിരുന്നില്ല. ശ്രീ റിജിൽ മാക്കുട്ടി അടക്കമുള്ള കോൺഗ്രസിൻ്റെ തൊട്ടു മുമ്പ് ഭരിച്ചിരുന്ന കോൺഗ്രസ്, അതിന് കേരളത്തിൻ്റെ രൂപീകരണ ഘട്ടം മുതൽ ഭരിച്ചിരുന്ന കേരള സർക്കാർ, മാറി മാറി വന്ന കേരള സർക്കാരുകൾ, കേന്ദ്ര സർക്കാരുകൾ, ഒപ്പം പ്രവാസികളുടെ വലിയ പിന്തുണയുണ്ടായിട്ടുണ്ട്. അതുപോലെ സാമൂഹ്യ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ എല്ലാവരും തുടങ്ങിയിട്ട് 60 വർഷം കൊണ്ട് കേരളം നടത്തുന്ന മാനവിക വികസന പദ്ധതികളുടെ ഒരു വിജയത്തിൻ്റെ തുടർച്ചയെന്നാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. അതല്ലാതെ 2016 ഒരു വളരെ പിന്നോക്കം നിന്നിരുന്ന ഒന്നിനെ മുന്നോട്ട് കൊണ്ടുവന്നതല്ല. വെറും 4 വർഷത്തെ അല്ലെങ്കിൽ 11 വർഷത്തെ ഭരണനേട്ടം മാത്രമല്ല, ഇതിന് വലിയൊരു അടിത്തറയുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരു പട്ടികജാതി ഉപദേശക സമിതി അംഗം എന്ന നിലയിൽ ഇതിലെത്ര പട്ടിക വിഭാഗത്തിലുള്ള, റിജിൽ മാക്കുട്ടി പറഞ്ഞ കണക്കിലൊരു തെറ്റുണ്ട്. ഇതിൽ 2906 പട്ടിക വർഗക്കാരും അതുപോലെ 12,793 പട്ടിക ജാതി കുടുംബങ്ങളുമാണ് ഈ 64,000, അതായത് മൊത്തം കണക്കിൽ 15,699 പേരാണ് പട്ടിക വിഭാഗത്തിൽ നിന്ന്, മൊത്തത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഉൾപ്പെടുന്നത്. അതായത് 75% പൊതുവിഭാഗമാണ്. ഈ പൊതു എന്നുള്ളതിൽ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വരും. ബാക്കി വരുന്ന 25 തികച്ചില്ല, 24.52% മാത്രമാണ് പട്ടിക വിഭാഗങ്ങൾ ഉൾപ്പെടുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള കണക്കെടുത്താൽ, എക്സാക്റ്റ് കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല, പൊതുജനസംഖ്യയുടെ 11-നും 12% ഇടയ്ക്കാണ് പട്ടിക വിഭാഗങ്ങളുടെ ആകെ പെർസെൻറ്റേജ് എങ്കിൽ, ആ അതിദരിദ്രരുടെ പട്ടികയിൽ 25% ആരാണ്? പട്ടിക വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ബാക്കി വരുന്ന 75% പൊതുവിഭാഗം പട്ടിക വിഭാഗം എന്ന് വേർതിരിച്ചല്ല, സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ മാത്രവുമല്ല, സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയും കൂടി കണക്കിലെടുത്താണ് ഈ ഒരു സാമൂഹ്യ സുരക്ഷാ കവചം എന്ന നിലയിൽ ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം
ഇതിൽ എനിക്കറിയാവുന്ന വ്യക്തമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പട്ടിക വിഭാഗങ്ങളുടെ ഈ അതിദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും പട്ടിക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വികസന വകുപ്പുകളുടെയും ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ലൈഫ് പദ്ധതി ഉൾപ്പെടെ 3374 കുടുംബങ്ങൾക്കാണ് വീടില്ലായ്മ മാത്രം ഒരു പ്രധാന വെല്ലുവിളിയായിട്ട് തടസ്സമായിട്ട് നിന്നിരുന്നത്. അതുമാത്രമല്ല, അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ ഈ അതീവ ദരിദ്രർ എന്നുള്ള പട്ടികയിലേക്ക് പെടുത്താനുള്ള മാനദണ്ഡങ്ങൾ എന്നുള്ളതിൻ്റെ അകത്ത് ഇപ്പം മറ്റുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അവർക്ക് തനിയെ പോയി ഭക്ഷണമോ മരുന്നോ ഒന്നും അവർക്ക് വാങ്ങാനുള്ള ആവതില്ലാത്ത അഗതികൾ എന്ന് പറയുമ്പോൾ ഡെസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്ന തരത്തിലുള്ള ആരോരുമില്ലാത്തവരെന്നുള്ള അർത്ഥം മാത്രമല്ല ഉള്ളത്. ഇതിൽ പല കുടുംബങ്ങളും ഞാൻ നേരിട്ട് തന്നെ ഇത്തരം ഫീൽഡ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഈ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും പലപ്പോഴും ഇതിനെ ഇടപെട്ടിട്ടുള്ള, ഇതിനോടൊപ്പം മുമ്പോട്ട് പോയിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്കറിയാം. ഭക്ഷണവും മരുന്നും പാലിയേറ്റീവ് കെയറും ആരോഗ്യ ഉപകരണങ്ങളും ആരോഗ്യ സേവനങ്ങളും തുടങ്ങിയിട്ട് വരുമാന മാർഗം കണ്ടെത്തി കൊടുക്കൽ, പലപ്പോഴും വാടക വീടുകൾ പോലും കണ്ടെത്തി കൊടുത്ത് അവരെ മാറ്റി താമസിപ്പിക്കേണ്ട ഘട്ടങ്ങൾ, അത്തരത്തിലുള്ള വീടുകൾ ബെനിഫിഷ്യറീസ് ഉണ്ടായിട്ടുണ്ട്. അഗതി